ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയായ ഫൂട്ടേജ് എന്ന മൂവിയാണ്. കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബ് വ്ളോഗേഴ്സായ ഒരു ബോയും ഗേളും ഷൂട്ട് ചെയ്യുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു മൂവിയിലുടനീളം കാണിക്കുന്നത്. ഈ മൂവിയിലെ കഥാപാത്രങ്ങൾക്കൊന്നും തന്നെ പ്രത്യേകം പേരുകളില്ല. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം അത്യാവശ്യം ആൾക്കാരൊക്കെ പുറത്തിറങ്ങുന്ന ആ ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. നമ്മുടെ വ്ളോഗേഴ്സായ ബോയും ഗേളും ഒരുമിച്ചാണ് താമസം. ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിൽ അടച്ചിരിക്കുന്നവരാകട്ടെ തൊട്ടടുത്ത ഫ്ളാറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അവർ കൂടുതലും അവരുടെ തൊട്ട് താഴത്തെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഒരു ലേഡിയെ പറ്റി അന്വേഷിക്കാനായിരുന്നു ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നത്. ഈ സ്റ്റോറി കാണിക്കുന്നത് 2021-ലാണ്. ഇവരിപ്പോൾ കഴിഞ്ഞ വർഷം ഷൂട്ട് ചെയ്ത ഒരു സ്റ്റോറിയുടെ ബാക്കി ഭാഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. കൊറോണ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ അവർ ഈ ഒരു ചായക്കടയിൽ വന്നപ്പോ ഇവിടെ ഒരു അമ്മൂമ്മയും ഈ ഒരു അപ്പൂപ്പനും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ അമ്മൂമ്മയെ കാണാനില്ല. അവർ മരിച്ചു കാണുമെന്ന് ഇവർ പരസ്പരം സംസാരിക്കുന്നു. അങ്ങനെ ഇവർ ഇവിടെ നിന്ന് നേരെ പോകുന്നത് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ആ ഒരു ഏരിയയിൽ അവർ പരിചയപ്പെട്ട ഒരു സ്ത്രീയുടെ വീട്ടിലേക്കാണ്. എന്നാൽ ആ സ്ത്രീയുടെ വീടും ഇപ്പോൾ ഒരു പ്രേതാലയം പോലെ കിടക്കുന്നു. അവിടെയും ആരുമില്ല. തൊട്ട അയൽവക്കക്കാരോട് സംസാരിച്ചപ്പോൾ ആ സ്ത്രീയും മരിച്ചുപോയെന്നാണ് അവരറിയുന്നത്. അങ്ങനെ അവർ കാടിനുള്ളിലേക്ക് കടന്നിട്ട് കഴിഞ്ഞ തവണ വന്ന ഭയാനകമായ ഒരു പ്രേത വീട്ടിലേക്ക് പോകുന്നു. ആ വീട്ടിൽ നിന്ന് രാത്രിയിൽ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാമെന്നാണ് എല്ലാവരും പറയുന്നത്. ആ കുഞ്ഞിന്റെ അമ്മ തന്നെയാണ് കുഞ്ഞിനെ കൊന്നു കളഞ്ഞത്. കുഞ്ഞിന്റെ അമ്മയ്ക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു. മെന്റലിയും ഫിസിക്കലിയും ഒരു ഹെൽപ്പും കിട്ടാതെ അവരവരുടെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. ഇതൊക്കെ എന്തൊരു അവസ്ഥയാണെന്ന് ഇവർ പരസ്പരം സംസാരിക്കുന്നു. അവിടെ ഇരുന്ന് തങ്ങളുടെ വ്ലോഗിങ്ങിന് വേണ്ടിയിട്ട് അത്യാവശ്യം വീഡിയോ ഒക്കെ അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി അവിടെ തന്നെ അവർ ചെലവഴിച്ചു. അങ്ങനെ അവർ അവിടെ നിന്നും തിരിച്ചു പോകുന്ന വഴിക്ക് അവർക്ക് അവരുടെ സെർവന്റിന്റെ കോള് വരുന്നുണ്ട്. ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ സമയം പോലെ വന്ന് കഴിക്കാൻ പറയുന്നു. വീട്ടിലെത്തിയവരാകട്ടെ കഴിഞ്ഞ വർഷം ഷൂട്ട് ചെയ്ത വീഡിയോ കാണുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ അവർ പോയപ്പോൾ ഒരു വീട്ടിലെ സ്ത്രീ മരിച്ചുപോയെന്ന് പറഞ്ഞില്ലേ, ആ വീട്ടിലെ അമ്മമ്മയെ കാണിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് തങ്ങളുടെ താഴത്തെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആ ലേഡി ആകട്ടെ ഒരു സ്യൂട്ട് കേസുമായിട്ട് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നത് ഇവർ കാണുന്നു. പെട്ടെന്ന് തങ്ങളുടെ ക്യാമറ എടുത്തിട്ട് ആ ലേഡി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ അവരുടെ പിറകെ പോവുകയാണ്. അവർ നോക്കുമ്പോൾ ആ ലേഡി ആകട്ടെ സ്യൂട്ട് കേസ് ആ കാറിന്റെ ഡിക്കിയിലേക്ക് ഇടുകയായിരുന്നു. ഇവരെന്തോ ക്രൈം ചെയ്യുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ഒളിഞ്ഞും പാത്തു ഇരുന്ന് ഇവർ ആ വീഡിയോ എല്ലാം തന്നെ ഷൂട്ട് ചെയ്യുന്നു. കുറെ കഴിഞ്ഞിട്ട് ആ ലേഡി ആകട്ടെ കാറും എടുത്തിട്ട് പോയി. ഇവർ അവരുടെ പിറകെ പോകുന്നു. ആ ലേഡിയുടെ കാറിൽ ഇവരൊരു ട്രാക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് ട്രാക്ക് ചെയ്ത് ഇവരുടെ പിന്നാലെ പോകാൻ ഈസിയാണ്. ഇവരെപ്പോ ട്രാക്കർ വെച്ചു, ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നതൊക്കെ വഴിയെ കാണിക്കത്തേ ഉള്ളൂ. ലേഡിയെ ഫോളോ ചെയ്ത് ഇവരൊരു വലിയ കാട്ടിലാണ് എത്തുന്നത്. ആ ലേഡി ആകട്ടെ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ അവിടെ വഴികളൊന്നുമില്ല. രണ്ടും കൽപ്പിച്ച് കാടിനുള്ളിലൂടെ ഇവർ വണ്ടി ഓടിക്കാൻ ആരംഭിച്ചു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും വഴി അവസാനിച്ചു. അവർ രണ്ടുപേരും തങ്ങളുടെ ക്യാമറാസും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. എന്തൊക്കെ വന്നാലും സേഫ് ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഡിസ്റ്റൻസ് ഇട്ട് നടക്കാൻ തുടങ്ങി. പരസ്പരം ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്ന ദൂരത്തിലായിരുന്നു അവർ നടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ഗേൾ വ്ലോഗറിന് നല്ല പേടിയുണ്ടായിരുന്നു. എന്നാലും ധൈര്യം സംഭരിച്ച് അവൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ബോയ് കുറെ ദൂരം മുന്നോട്ട് പോയി ഒരിടത്ത് കാൽ വഴുതി വീണു. കുറെ നേരം അവൻ അങ്ങനെ തന്നെ കിടന്നു. പതിയെ ബോധമൊക്കെ തിരിച്ചിട്ട് അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് ആ ലേഡി ആകട്ടെ ഒരു പെൺകുട്ടിയെ കാറിന്റെ ഡിക്കിയിലേക്ക് തള്ളിയിടുന്നതും കാറും എടുത്ത് പോകുന്നതുമാണ്. തന്റെ ഗേൾഫ്രണ്ടിനെയാണ് ആ ലേഡി കൊണ്ടുപോകുന്നെന്ന് പേടിച്ച് അവനാകട്ടെ പിറകെ ഓടി. അപ്പോഴേക്കും കാറും എടുത്ത് ആ ലേഡി പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ഓടി ആ കാറിനെ ഫോളോ ചെയ്ത് അവൻ വഴിതെറ്റി ഒരു റിവറിന്റെ അടുത്താണ് എത്തുന്നത്. അപ്പോഴേക്കും നേരം വെളുത്തു തുടങ്ങി. ആ ലേഡി കാറിന്റെ ഡിക്കിയിൽ നിന്നും ഒരു സ്ത്രീയെ പുറത്തേക്ക് വലിച്ചിടുന്നു. നമ്മുടെ ബോയ് ഇതെല്ലാം തന്നെ കാണുന്നുണ്ട്. അവൻ അങ്ങോട്ടേക്ക് ഓടിയെടുക്കുമ്പോഴേക്കും ആ ലേഡി ആകട്ടെ ഡിക്കിൽ നിന്നും പുറത്തേക്കിട്ട സ്ത്രീയും തോളിലേറ്റി അവിടെ ഉണ്ടായിരുന്ന ചെറിയ വഞ്ചിയിൽ കയറി അക്കരയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബോയ് വേറെ വഴിയില്ലാതെ അവന്റെ ജാക്കറ്റൊക്കെ അവിടെ ഊരിയിട്ടിട്ട് നദി നീന്തിക്കടന്ന് അവരെ ഫോളോ ചെയ്തു പോകുന്നു. അങ്ങനെ കുറെ ദൂരം സഞ്ചരിച്ച് അവൻ എത്തുന്നതാകട്ടെ പഴകിയ ഒരു ബോട്ടിന്റെ അടുത്തേക്കാണ്. ആ ലേഡി അതിനുള്ളിലേക്കാണ് പോയിരിക്കുന്നതെന്ന് അവന് ഉറപ്പായിരുന്നു. അവൻ വളരെ കഷ്ടപ്പെട്ട് ആ ഒരു ബോട്ടിനുള്ളിലേക്ക് കടന്ന് പതിയെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തന്റെ ഗേൾഫ്രണ്ടിനെയാണ് ആ ലേഡി കടത്തിക്കൊണ്ടുവന്നതെന്ന് തെറ്റിദ്ധരിച്ച് അവൻ അകത്തേക്ക് പോയി നോക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നു. അതവന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നില്ല, മറ്റൊരു സ്ത്രീയായിരുന്നു. ആ ലേഡി എന്തിനാണ് ഈ സ്ത്രീ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നതെന്നൊന്നും തന്നെ അവന് മനസ്സിലായില്ല. എന്തായാലും അവരൊരു കില്ലറാണെന്ന് അവന് മനസ്സിലായി. അത് കാരണം അവൻ കൂടുതലൊന്നും ചിന്തിക്കാതെ ഈ ഒരു സ്ത്രീയുടെ കെട്ടൊക്കെ അഴിച്ചു വിട്ടിട്ട് അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു. ആ സ്ത്രീയാകട്ടെ പാതി ബോധത്തിലായിരുന്നു. എന്നോട് ക്ഷമിക്കുക, എന്നെ ഒന്നും ചേർതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെയും കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങിയതും നമ്മുടെ കില്ലർ ലേഡി അവിടേക്ക് വരുന്നു. ആ ലേഡി കാണാതെ ഇവർ രണ്ടുപേരും ഒളിച്ചിരിക്കുകയാണ്. ഉള്ളിലെ റൂമിലേക്ക് അവർ കയറിയതും അവനാകട്ടെ ഈ സ്ത്രീയും കൊണ്ട് പുറത്തേക്ക് കടന്നിട്ട് ആ റൂം ലോക്ക് ചെയ്യുന്നു. ആ സമയത്ത് അവൻ ആ കില്ലർ ലേഡിയുടെ ഫേസ് കറക്റ്റ് ആയിട്ട് കാണുന്നു. അവരെന്തായാലും തങ്ങളുടെ പിറകെ വരുമെന്ന് മനസ്സിലാക്കി ഇവരാകട്ടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതിനിടയ്ക്ക് രണ്ടുപേരും കാൽ വഴുതി വെള്ളത്തിലേക്ക് വീണു. ഒരു വിധത്തിൽ നീന്തി കരക്കെത്തി വീണ്ടും ഓടാൻ ആരംഭിച്ചു. എന്നാൽ ആ ലേഡി അപ്പോഴേക്കും അവരുടെ പിറകെ അവിടെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പോയി പരമാവധി ആ ലേഡിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ആ ലേഡി ആകട്ടെ അവനെ ഒന്നും ചെയ്യാതെ ആദ്യം ആ സ്ത്രീയെ കൊല്ലാനുള്ള പുറപ്പാടിലായിരുന്നു. എന്നാൽ ഇവനാകട്ടെ അവരുടെ പിറകെ പോയി ഫൈറ്റ് ചെയ്യുകയാണ് ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഒടുവിൽ നമ്മുടെ കില്ലർ ലേഡി ഇവനിട്ട് നല്ല ഇടി കൊടുക്കുന്നു. കൈ കിട്ടി വടിയെടുത്ത് ഇവന്റെ തലക്കടിച്ച കാരണം ഇവന്റെ പാതി ബോധം പോയി. തലയിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. അവർ കടത്തിക്കൊണ്ടുവന്ന മറ്റേ സ്ത്രീയും അവരുടെ കസ്റ്റഡിയിൽ തന്നെയായി. ഇവൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ വീഡിയോയുടെ അടുത്തേക്ക് ഈ ലേഡി വരുന്നിടത്താണ് ആദ്യത്തെ ക്ലിപ്പ് അവസാനിക്കുന്നത്. ഇനി ആരാണ് ഈ
ലേഡി? എന്തിനാണ് ഇവർ ഈ ലേഡിയെ ഫോളോ ചെയ്തത്? എന്തിനാണ് ഈ ലേഡി ആൾക്കാരെ കൊണ്ടുവന്ന് കൊല്ലുന്നത്? ഇതെല്ലാം തന്നെ അടുത്ത പാർട്ടിലാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ പാർട്ട് ഏകദേശം 1 വർഷം മുമ്പുള്ള സ്റ്റോറിയാണ് കാണിക്കുന്നത്. 2020 കാലഘട്ടം. നമ്മുടെ വ്ളോഗേഴ്സായ ബോയിങ് ഗേളും യൂട്യൂബ് വ്ളോഗിങ്ങും മറ്റുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സെർവന്റ് ആകട്ടെ കുറച്ച് മോഡേൺ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയായിരുന്നു. സ്വന്തം വീട്ടിലെ ജോലികൾ ചെയ്തില്ലെങ്കിലും കാശിന് വേണ്ടിയിട്ട് മറ്റുള്ള വീട്ടിലെ ജോലികൾ അവർ എന്തായാലും ചെയ്യും. തനിക്ക് തന്റെ ബാക്കിലായിട്ട് ഒരു ബട്ടർഫ്ലൈയുടെ ടാറ്റു അടിക്കണമെന്നായിരുന്നു ആ സെർവന്റിന്റെ ആഗ്രഹം. ഇവര് നമ്മുടെ ബോയോടും ഗേളിനോടും നല്ല കൂട്ടാണ്. താനുണ്ടാക്കി വെക്കുന്ന ഭക്ഷണം കഴിക്കാതെ പുറത്തുനിന്ന് ഓർഡർ ആക്കി കഴിക്കുന്നതിന് അവരെപ്പോഴും വഴക്ക് പറയും. ആ ടൈമിൽ നമ്മുടെ ബോയിങ് ഗേളും ആകട്ടെ കൂടുതലും ഹോണ്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പോയായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ചിലയിടത്ത് ഇല്ലാത്ത കഥകൾ പോലും അവർ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ വ്യൂവേഴ്സിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയായിരുന്നു ഇവരുടെ ഉദ്ദേശം. അങ്ങനെ ഒരു ദിവസം ഒരു വ്ളോഗിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ കില്ലർ ലേഡി ഇല്ലേ, അവരാകട്ടെ ലിഫ്റ്റിന് ഫ്രണ്ടില് അനങ്ങാതെ തന്നെ നിൽക്കുന്നു. ഇവരകത്തേക്ക് കയറിയിട്ട് ഇവരോട് വരുന്നില്ലെന്ന് ചോദിക്കുമ്പോഴും ആ ലേഡി ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയായിരുന്നു. എന്തേലും ആകട്ടെ എന്ന് കരുതിയിട്ട് അവർ മുകളിലേക്ക് പോയി. വീട്ടിലെത്തി അവർ സെർവന്റ് ഉണ്ടാക്കിയ ആഹാരമൊക്കെ കഴിക്കുകയാണ്. സെർവന്റ് ആകട്ടെ തന്റെ ബാഗിൽ നിന്നും കുറെ നോട്ടുകൾ എടുക്കുന്നുണ്ട്. അതെല്ലാം തന്നെ വേസ്റ്റിലേക്ക് ഇടുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവർ വീണ്ടും തങ്ങളുടെ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. ആ സമയത്ത് ചൈനയിലെല്ലാം തന്നെ കോവിഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ കാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയ ചായക്കടയിൽ കയറുന്നു. അവിടെ ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും ഉണ്ടായിരുന്നു. തുടക്കത്തിൽ കാണിച്ചപ്പോൾ ഈ അമ്മൂമ്മ മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ അമ്മൂമ്മ മരിക്കുന്നതിന് മുമ്പുള്ള കഥയാണിത്. അപ്പൂപ്പനാകട്ടെ കിൻഡർ ജോയ് മിഠായിയുടെ കൂടെ കിട്ടുന്ന എല്ലാ കളിപ്പാട്ടങ്ങളും അമ്മൂമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും. അവരത് സ്നേഹപൂർവ്വം അവിടെയുള്ള അലമാരയിൽ വയ്ക്കും. അതിനുശേഷം ഹോണ്ടഡ് ഹൗസിൽ പോയിട്ട് കുറച്ച് വീഡിയോസും എടുത്ത് അവർ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് വരുന്നു. ഈ അമ്മൂമ്മയാണ് ഇപ്പോൾ മരിച്ചു പോയിട്ടുള്ളത്. ഈ അമ്മൂമ്മ ഇവരോട് പറഞ്ഞ കഥയായിരുന്നു ആ സ്ത്രീയുടെയും കുഞ്ഞിന്റേതും. ഓടിക്കളിച്ച് നടന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പെട്ടെന്ന് പിടിച്ച് കെട്ടിച്ചു. 1 വർഷത്തിനുള്ളിൽ കുഞ്ഞും ജനിച്ചു. പക്ഷെ ആ കുഞ്ഞിനോട് ആ പെൺകുട്ടിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. കുഞ്ഞ് കരയുമ്പോ പോലും ആ പെൺകുട്ടിക്ക് ദേഷ്യമായിരുന്നു. കുളിക്കത്തൂല്ല, നനയ്ക്കത്തൂല്ല, ആഹാരം പോലും മര്യാദയ്ക്ക് കഴിക്കത്തുമില്ല. അവൾക്ക് എന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്നാ എല്ലാവരും പറഞ്ഞത്. അങ്ങനെ കുഞ്ഞിന്റെ നൂലുകെട്ടിന്റെ അന്ന് പാല് കൊടുക്കാൻ അന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞു. ഒടുവിൽ അവൾക്ക് മുഴു ഭ്രാന്തായെന്നാ കേട്ടത്. എന്താണെങ്കിലും ആ കുഞ്ഞിന്റെ കരച്ചിലാണ് ഇപ്പോഴും പലരും കേൾക്കുന്നത്. ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്ന് ആർക്കും അറിയില്ല. അവിടെ നിന്ന് അവരോട് സംസാരിച്ചിറങ്ങാൻ നേരത്ത് അവർ സ്നേഹപൂർവ്വം നമ്മുടെ ബോയോടും ഗേളിനോടും പറയുന്നുണ്ട് അടുത്ത തവണയും ഇതുവഴി വരണമെന്ന്. അങ്ങനെ അതിന്റെ സ്റ്റോറി ബാക്കിയെടുക്കാൻ വരുമ്പോൾ വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ടാണ് അവർ യാത്രയായത്. എന്നാൽ അപ്പോഴേക്കും കോവിഡ് എല്ലായിടത്തും പരന്നിട്ടുണ്ടായിരുന്നു. ലോക്ക്ഡൌണിനും തുടക്കമായി. നമ്മുടെ വ്ളോഗേഴ്സിന് പുറത്തേക്ക് ഇറങ്ങാനും വയ്യ, പുതിയ വീഡിയോസ് എടുക്കാനും വയ്യ. അത് കാരണം ഇവർക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. പതിയെ ലോക്ക്ഡൌൺ ഒക്കെ ഒന്ന് മാറി ആൾക്കാരൊക്കെ ഒന്ന് ചെറുതായിട്ട് പുറത്തിറങ്ങി തുടങ്ങി. വീട്ടിലെ ജോലിക്കാരിയും വന്നു തുടങ്ങി. ഇത്തവണ ജോലിക്കാരിയുടെ കയ്യിൽ നിന്നും നമ്മുടെ ഗേള് ആ നോട്ട് കണ്ടെടുക്കുന്നു. ഇതെന്താ ഇങ്ങനെ നോട്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇത് ഞാനല്ല എഴുതിയത്. താഴത്തെ ഫ്ലാറ്റിലെ ആ ലേഡി ഇല്ലേ, അവരാണ്. ഞാൻ അവിടെ ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ അവരൊന്നും മിണ്ടില്ല. ഓമയാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ നോട്ടായിട്ട് എഴുതി വെക്കും. വീട്ടിൽ ഓരോ ജോലി ചെയ്യുന്ന കാര്യത്തെ പറ്റിയായിരുന്നു ആ നോട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുള്ള പോലെയാ തനിക്ക് തോന്നുന്നത്. ആ വീട്ടിൽ അവര് മാത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും ഒരു ഞരങ്ങലും മുളലും ഒക്കെ കേൾക്കാം. വേറെ ആരുടെ ഒരു സാന്നിധ്യം ആ വീട്ടിലുണ്ടെന്നാണ് ഈ സെർവന്റ് പറയുന്നത്. ആ ലേഡി മുൻപ് ഡോക്ടറായിരുന്നു എന്നൊക്കെ ഇവിടെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സെർവന്റിന്റെ കയ്യിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ ഇവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നി ആ ലേഡിയെ പറ്റി അന്വേഷിക്കണമെന്ന്. ക്യാമറ താഴേക്ക് വെച്ചിട്ട് ബാൽക്കണിയിലൂടെ താഴത്തെ ഫ്ലാറ്റിൽ ആ ലേഡിയുടെ ബാൽക്കണിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഷൂട്ട് ചെയ്യും. ആ ലേഡി പലപ്പോഴും അവിടെ ഇരുന്ന് എന്തൊക്കെയോ എഴുതുന്നതും ബുക്ക് വായിക്കുന്നതും ഒക്കെ കാണാം. ആ ലേഡിയുടെ വീട്ടിൽ നിറയെ പുസ്തകങ്ങളാണെന്നാണ് സെർവന്റ് പറയുന്നത്. ഇത്രയും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ലേഡി താഴത്തെ ഫ്ലാറ്റിലുണ്ടെങ്കിൽ എന്തായാലും അവരെ പറ്റി ഒന്ന് അന്വേഷിക്കണമെന്ന് ഇവർ വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഗേളാകട്ടെ ഈ സെർവന്റിനെ ചാക്കിലാക്കുന്നു. എന്റെ ടാറ്റു ആർട്ടിസ്റ്റ് നിങ്ങളുടെ മുതുകില് ഒരു ബട്ടർഫ്ലൈയുടെ ടാറ്റു വരച്ചു തരും. അതിന് പകരമായിട്ട് നിങ്ങൾ ആ ലേഡിയുടെ ഫ്ലാറ്റിൽ ഞങ്ങളെ ഒന്ന് കയറ്റണമെന്ന് പറയുന്നു. നമ്മുടെ സെർവന്റ് ആ ഒരു ഓഫറിൽ വീണു. അങ്ങനെ ഒരു ദിവസം ആ ലേഡി പുറത്തു പോയ സമയത്ത് സെർവന്റ് ഇവരെ താഴേക്ക് വിളിക്കുന്നു. അകത്തേക്ക് കടന്നതും ഡോർ ലോക്ക് ചെയ്ത് താക്കോല് അവിടെ ഹാങ് ചെയ്യണമെന്ന് പറയുന്നു. എന്നിട്ട് ഒരു സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കരുതെന്നും ഇവിടെ നിങ്ങൾ വന്നുവെന്ന് ഒരു കാരണവശാല ലേഡി അറിയരുതെന്നും പറയുന്നു. അവർ എല്ലാത്തിനും ഓക്കെ പറഞ്ഞ് അകത്തേക്ക് കടന്നു. ഇവർ പറഞ്ഞ പോലെ അവിടെ എല്ലാം തന്നെ പുസ്തകങ്ങളായിരുന്നു. ആദ്യത്തെ റൂമിലേക്ക് കയറിയപ്പോൾ അവിടെ ചെറിയൊരു ലാപ്ടോപ്പും കുറച്ച് ഡയറീസും കുറെ ബുക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. ലാപ്ടോപ്പ് പാസ്വേഡ് ലോക്കാണ്. അതിൽ നിന്നൊന്നും കിട്ടിയില്ല. ഡയറിയിലാകട്ടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഓരോരുത്തരുടെ ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോസിലെല്ലാം തന്നെ ഇൻഡുമാർക്ക് ഇട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല കുറെ പേപ്പർ കട്ടിങ്സും ഉണ്ട്. ഇതെല്ലാം തന്നെ തൽക്കാലം കുത്തിയിരുന്ന് വായിക്കാൻ പറ്റില്ല. അതിനുള്ള ടൈമില്ല. അത് കാരണം അവർ വീഡിയോ ആക്കി ഷൂട്ട് ചെയ്യുന്നു. പിന്നീട് പതിയെ എന്താണെന്ന് കണ്ടുപിടിക്കാമല്ലോ. എടുത്ത സാധനങ്ങളും അതുപോലെ വെച്ചു. ചെയറും എല്ലാം തന്നെ തിരിച്ച് അതുപോലെ തന്നെ പ്ലേസ് ചെയ്തു. എന്നിട്ട് അടുത്ത റൂമിലേക്ക് പോകുന്നു. അത് എപ്പോഴും ലോക്കായിരിക്കും. അതിന്റെ ഹോളിലൂടെ നോക്കാൻ സെർവന്റ് അവനോട് പറയുന്നു. അവൻ തന്റെ ക്യാമറയും കൂടി വെച്ച് ഹോളിലൂടെ നോക്കിയപ്പോൾ ഉള്ളിലാകട്ടെ ആരോ കിടക്കുന്ന പോലെയാണ് തോന്നുന്നത്. ആരുടെ കാലുകളായിരുന്നു കാണുന്നത്. അവന് ക്ലിയർ ആയിട്ടൊന്നും കാണാൻ വയ്യ. ചെറിയ ഹോളല്ലേ. പക്ഷെ അപ്പോഴേക്കും ആ ലേഡി തിരിച്ചു വരുന്നുണ്ട്. അവർ വരുന്ന കണ്ടതും സെർവന്റ് പറയുന്നുണ്ട് പെട്ടെന്ന് ഒളിച്ചിരിക്കാൻ. അങ്ങനെ ഇവർ രണ്ടുപേരും സോഫയുടെ ബാക്കിൽ ഒളിച്ചിരുന്നു. ആ ലേഡി അകത്തേക്ക് കയറി അവിടെ ചുറ്റൊന്ന് നോക്കിയ ശേഷം തന്റെ റൂമിലേക്ക് കയറിപ്പോയി. ആ നേരം കൊണ്ട് ഇവരാകട്ടെ ആ ലേഡി കാണാതെ താക്കോലെടുത്ത് ഡോറ് തുറന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങി. തിരിച്ച് താക്കോൽ അവിടെ തന്നെ ഹാങ് ചെയ്തിട്ട് ഡോറ് പതിയെ ചാരിയിട്ട് പോയി.
സെർവന്റ് എന്തായാലും ആ താക്കോലെടുത്ത് ഉള്ളിൽ നിന്ന് പതിവ് പോലെ ലോക്ക് ചെയ്ത് വെച്ചോളും. അവര് കാണാതെ രക്ഷപ്പെട്ട ആശ്വാസത്തിലായിരുന്നു ഇവർ. കുറച്ചു കഴിയുമ്പോൾ ആ സെർവന്റ് കയറി വന്ന് ഇവരെ വഴക്ക് പറയുന്നു. വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാന്നാ ഞാൻ കരുതിയത്, ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എന്തിനാ, അവരെങ്ങാനും കണ്ടിരുന്നെങ്കിൽ എന്റെ തല പോയേനെ. എന്നാൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് ഇവര് പറയുന്നു. അവര് കണ്ടില്ലല്ലോ. അങ്ങനെ സെർവന്റ് പോയ ശേഷം ഇവർ ആ വീഡിയോ എല്ലാം തന്നെ ഇരുന്ന് കാണുന്നുണ്ട്. ആ ലേഡിയുടെ ഡയറിയിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കുന്നു. അതിലെ പേപ്പർ കട്ടിങ്സും ആ ലേഡിയുടെ ഡയറിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ പേരും വിവരങ്ങളും എല്ലാം വെച്ചിട്ട് ഇവർ സോഷ്യൽ മീഡിയയിലും ഗൂഗിളിലും എല്ലാം തപ്പുമ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് അവരുടെ ഒന്നും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ആക്റ്റീവ് അല്ല എന്നും അവരെല്ലാം മരണപ്പെട്ടിരിക്കുന്നുവെന്നും. ആ ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ നിന്ന് ഇവർക്ക് മനസ്സിലായി കേരളത്തിലെ ഏതോ ഹോസ്പിറ്റലിൽ നടന്ന 7 കുട്ടികളുടെ മരണത്തെ പറ്റിയുള്ള ന്യൂസാണതെന്ന്. ഓക്സിജൻ കിട്ടാതെയാണ് 7 പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചിരിക്കുന്നത്. അതിന് കാരണക്കാരായ ഡോക്ടേഴ്സാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലേഡിയും ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നതാണ്. അങ്ങനെയാണ് ഈ ലേഡി ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടെത്തണമെന്ന് ഇവർക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നതും. പിന്നീട് ഈ ലേഡി സ്യൂട്ട് കേസുമായിട്ട് പുറത്തിറങ്ങിയ സമയത്ത് ഇവർ ആ ലേഡിയെ ഫോളോ ചെയ്തു പോകുന്നത്. അങ്ങനെ ഫോളോ ചെയ്ത് കാർ പാർക്കിന്റെ അടുത്തെത്തി കഴിയുമ്പോൾ ഈ ലേഡി ആകട്ടെ എന്തൊക്കെയോ സാധനങ്ങൾ കാറിലേക്ക് കൊണ്ടുവയ്ക്കുന്നതും ഇടയ്ക്ക് വീണ്ടും ഫ്ളാറ്റിലേക്ക് പോകുന്നതും ഇവർ കാണുന്നുണ്ട്. അവർ തിരിച്ചു വന്ന് കാർ എടുക്കുന്നതിന് മുമ്പ് ഇവരാകട്ടെ അതിലൊരു GPS ഘടിപ്പിക്കുന്നു. അതിനുശേഷം തങ്ങളുടെ ഫ്ളാറ്റിൽ പോയിട്ട് ഡ്രസ് എല്ലാം ചെയ്ത് തങ്ങളുടെ എല്ലാ ക്യാമറാസും എടുത്തിട്ട് ഈ ലേഡിയുടെ വണ്ടിയെ ഫോളോ ചെയ്തു പോയതാണ്. പിന്നീട് നടന്ന സംഭവങ്ങളാണ് നമ്മൾ മൂവിയുടെ തുടക്കത്തിൽ കണ്ടത്. ആ കാട്ടിൽ വെച്ചിട്ട് നമ്മുടെ ബോയ് ആകട്ടെ വഴിതെറ്റി മറ്റൊരു ദിശയിലേക്ക് പോയില്ലേ. ആ സമയം നമ്മുടെ ഗേൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ഇനി കാണിക്കുന്നത്. നമ്മുടെ ഗേളും ഈ ലേഡിയുടെ വണ്ടി നോക്കി നോക്കി പോയി. ഒരിടത്ത് ചെല്ലുമ്പോഴാകട്ടെ കുറെ ആനകൾ വരുന്ന കാണുന്നു. അവള് പേടിച്ച് അവിടെ തന്നെ ഇരുന്നു. കുറെ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് അവൾ നോക്കുമ്പോഴാകട്ടെ ഈ ലേഡിയുടെ കാറിന്റെ ബാക്കിൽ നിന്നും ഒരു സ്ത്രീ ആകട്ടെ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നതും ഈ ലേഡി ബാക്കിലൂടെ പോയി ആ സ്ത്രീയെ അടിച്ചു വീഴ്ത്തി വീണ്ടും ഡിക്കിയിലേക്ക് കൊണ്ടിടുന്നതുമാണ് കണ്ടത്. അതോടെ അവള് പേടിച്ച് നേരെ തിരിച്ച് തങ്ങളുടെ വണ്ടിയുള്ള സ്ഥലത്തേക്ക് പോയി. പലതവണ ബോയെ കോൾ ചെയ്തെങ്കിലും അവനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കാരണം അവള് അവനെ അന്വേഷിച്ചിറങ്ങി. അവനാകട്ടെ അപ്പോഴേക്കും നമ്മുടെ ലേഡിയെ ഫോളോ ചെയ്ത് ആ ഒരു ലേക്കിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗേൾ അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയി. അവൻ അപ്പോഴേക്കും ആ ലേക്ക് കടന്ന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഇവളും നീന്തി അക്കരയ്ക്കെത്തി. അവൻ കണ്ട പോലെ ആ ബോട്ട് അവളും കണ്ടെത്തി. അവിടെ കയറിയിരുന്ന് ആരെങ്കിലും ഉണ്ടോന്ന് നോക്കുന്ന സമയത്താണ് അവള് കാണുന്നത് ആ ലേഡി ആകട്ടെ അവനെ എടുത്തുകൊണ്ട് അവിടേക്ക് വരുന്നത്. അവൾ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. ഒളിഞ്ഞിരുന്ന് ഇതെല്ലാം ഷൂട്ട് ചെയ്യുകയാണ്. ആ കില്ലർ ലേഡി ആദ്യം കൊണ്ടുവന്ന സ്ത്രീ അവിടെ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ ബോയിയും അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ആ ലേഡി എന്താണ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഗേൾ നോക്കി നിൽക്കുമ്പോൾ ആ ലേഡി ആകട്ടെ തന്റെ കയ്യിൽ എഴുതിയിരുന്ന കുറെ നോട്ടുകൾ എടുത്തിട്ട് കെട്ടിയിട്ടിരിക്കുന്ന സ്ത്രീയെ കാണിക്കുന്നുണ്ട്. ആ നോട്ടിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയൊക്കെയായിരുന്നു: ബ്രെയിൻ ഇൻഫെക്ഷൻ ആയിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ട അത്രയും കുട്ടികൾ എങ്ങനെയാണ് ഓക്സിജൻ കിട്ടാതെ മരിച്ചത്. നിന്റെയും നിന്നെ പോലെയുള്ള ഹെൽത്ത് ഓഫീസേഴ്സിന്റെയും ക്രൂരതയാണ് ആ കുട്ടികളുടെ മരണം. നീ കരയണം. അന്നവിടെ കരഞ്ഞ ഓരോ അമ്മമാരുടെയും വേദന നീ അറിയണം. അതും പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന എന്തോരു മരുന്ന് ആ കെട്ടിയിട്ടിരുന്ന സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഈ ലേഡി ഇഞ്ചക്ട് ചെയ്യുന്നു. ഇതോടുകൂടി നമ്മുടെ ഗേള് പേടിച്ചു. തന്റെ ബോയ് ഫ്രണ്ടിനെയും ഇതുപോലെ എന്തെങ്കിലും മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് ഈ ലേഡി കൊല്ലുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അത് കാരണം അവൾ ഓടി ഉള്ളിലേക്ക് കയറി. നമ്മുടെ ലേഡി അവളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി. നമ്മുടെ ബോയ്ക്കും പതിയെ ബോധം വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ ലേഡിയുടെ മുന്നിൽ അവർക്ക് രണ്ടുപേർക്കും അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. രണ്ടുപേരെ അടിച്ച് അബോധാവസ്ഥയിലാക്കി. അവർ ഇഞ്ചക്ഷൻ കുത്തിവെച്ച ആ ഒരു സ്ത്രീയില്ലേ, അവരിപ്പോൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ബോധം വരുമ്പോൾ നമ്മുടെ ബോയും ഗേളും കാടിന്റെ മറ്റൊരു ഭാഗത്ത് കിടക്കുകയാണ്. ആ ലേഡി ആകട്ടെ ഇഞ്ചക്ഷൻ വെച്ച് കൊന്ന ആ സ്ത്രീയെ അവിടെ കുഴിച്ചിട്ടിരിക്കുന്നു. ഇവരുടെ അടുത്തേക്ക് നടന്നു ചെന്നതും നമ്മുടെ ഗേള് പേടിച്ചുകൊണ്ട് ബോയെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. എന്നാൽ ആ ലേഡി ഇവര് രണ്ടുപേരെ ഒന്നും ചെയ്തില്ല. മിണ്ടാതെ അവിടെ നിന്നും പോയി. ആ ഹോസ്പിറ്റലിൽ നടന്ന എന്തോ ഒരു ക്രൈം കാരണമാണ് ആ കുട്ടികൾ മരിച്ചത്. അതിന് പകരം വീട്ടാനാണ് ഈ ലേഡി വന്നത്. അത്രയും മാത്രമേ ഈ ഒരു മൂവിൽ കാണിക്കുന്നുള്ളൂ. എന്തിനാണ് ഇവർ ഈ റിവെഞ്ച് എടുക്കുന്നതെന്നോ എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചതെന്നോ ഇതൊന്നും തന്നെ കാണിക്കുന്നില്ല. ഇവിടെ ഈ മൂവി അവസാനിപ്പിക്കുകയാണ്. ഈ മൂവിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.